എൻ്റെ സിനിമകളിൽ ഇല്ലാത്ത ഡ്രാമയാണല്ലോ ഗൗരി റിയൽ ലൈഫിൽ. നായികയുടെ വീട്ടിൽ കയറി അവരുടെ സഹോദരനെ തല്ലുന്ന സ്റ്റൺമാൻ, വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങി ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിൽ താമസമാവാൻ പോകുന്ന നായിക. ഇതിനിടയിൽ സ്റ്റൺമാനായ ചുള്ളൻ ചക്കനോട് നായികയ്ക്ക് എന്തോ ഒരു ആന്റണി അങ്ങനെ എങ്ങനെ ആദ്യമൊക്കെ ഒരു ഫിലിമി തമാശയെ മാത്രമേ ഞാനിതിനെ കണ്ടിരുന്നുള്ളൂ. പൊണ്ണനായ നായകന് മുന്നിൽ വളരെ എഫർട്ട്ലെസ് ആയി തൻ്റെ ജോലി കൈകാര്യം ചെയ്യുന്ന സ്റ്റൺമാനോട് ഒരു പെൺകുട്ടിക്ക് തോന്നാവുന്ന ഫാൻസി, അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ വിരസമായ ഇടവേളകൾ ഉണ്ടാവുന്നൊരു ടൈം പാസ്. സിനിമാ പ്രണയങ്ങൾ ഒരുപാട് കാണുന്നല്ലേ നമ്മൾ. പക്ഷേ ഇത് അങ്ങനെയല്ല എന്നൊരു തോന്നൽ. ആ തോന്നൽ ശരിയാണോ? അപ്പോൾ ഈ നാണമാണ് എനിക്കുള്ള ഉത്തരം. സോ യു ആർ ഇൻ ലവ് വിത്ത് ആന്റണി. ഈ റിച്ച് ഗേൾ മീറ്റ്സ് പൂർ ബോയ് റൊമാൻസിലൊന്നും നിനക്ക് താല്പര്യം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. യു ഫാർ ടു സെൻസിബിൾ ടു ഫാൾ പ്രേ ഫോർ ദാറ്റ്. എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവുന്നേ. വീട്ടുകാരിൽ നിന്നുള്ള മോശമായ പെരുമാറ്റം, സ്നേഹമില്ലായ്മ, അങ്ങനെയുള്ള പതിവ് നായിക റീസൺസ് ഒന്നും നിനക്കുണ്ടാവില്ല അവനോടുള്ള ഇഷ്ടത്തിന്. യു ഫീൽ സെക്യൂർ വിത്ത് ഹിം. അവൻ അടുത്തുണ്ടെങ്കിൽ നീ സുരക്ഷിതയാണ് എന്ന് നിനക്ക് ഉറപ്പാണ്, അല്ലേ? യെസ്, ഐ ഫീൽ സെക്യൂർ. ബട്ട് മോർ ദാൻ ദാറ്റ് ഐ ഫീൽ ഐ എം വാണ്ടഡ്. അവനറിയോ നിന്റെ ഇഷ്ടം? അറിയുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഫീൽ. പറഞ്ഞിട്ടില്ല? ഇല്ല. പറയണ്ടേ? ലോകത്തിലെ 99% പ്രണയവും പൊട്ടിപ്പോകുന്നത് പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ട് പറയാത്തോണ്ട്. ഒന്നുകിൽ അവള് പറയട്ടെ എന്ന് വിചാരിച്ച് അവൻ കാത്തിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു. അവസാനം പറയാതെ അറിയാതെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും. സോ കമ്മ്യൂണിക്കേറ്റ്. പറയണം, പക്ഷേ ഇതൊരു വൺ വേ ട്രാഫിക് ആയി പോകുമോ എന്ന് ഭയം. നമുക്ക് അവനോട് ചോദിക്കാം. ലെറ്റ്സ് ക്ലിയർ തിങ്സ്. ആന്റണി ഇങ്ങോട്ട് വിളിപ്പിക്കാം. ഹലോ സർ. അതെ സർ. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല സർ. ഞാൻ വരാം സർ. ഞാൻ അങ്ങോട്ട് വരാം. ശരി. ഞാൻ ഒരുത്തനായതുകൊണ്ടാ സാറേ അവനെ കൊല്ലാതെ വിട്ടത്. അതും ഗൗരി മാഡത്തിന്റെ സഹോദരനാണെന്നുള്ള ഒറ്റ കൺസിഡറേഷൻ കൊണ്ട്. സാറിനറിയോ, ഞാൻ ഉദയ വരെ സംശയിച്ചു. എന്നെപ്പോലെ ആരും അല്ലാത്ത ഒരുത്തനെ കൊല്ലാൻ ലക്ഷങ്ങളുടെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ വേറെ എന്തോ ഉദ്ദേശമുണ്ട്. അവന്മാർക്ക് സംശയമാണ് സർ. ഞാനും മേഡവും തമ്മിൽ എന്തോ. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പക്ഷെ മേഡത്തിനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. അതൊരു പാവമാണ് സർ. ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല അവരുടെ കയ്യിൽ നിന്ന്. ഞാനിതൊന്നും ചോദിക്കാനല്ലോ ആന്റണി വിളിപ്പിച്ചത്. നീ എന്തിനാ റേസ് ആവുന്നേ? അല്ല, അതേ സർ, മേഡത്തിന്റെ കാര്യത്തിൽ മേഡത്തിന്റെ കാര്യത്തിൽ തന്നെ. അവിടെ എന്താണ് ഇത്ര വലിയ കരുതൽ? നീ ആദ്യമായിട്ട് കാണുന്ന നായികയൊന്നുമല്ലല്ലോ ഗൗരി. എന്താ സംഭവം? അയ്യോ, അങ്ങനല്ല സർ. ഞാൻ പറഞ്ഞത് വാക്കുകൾക്ക് വേണ്ടിയുള്ള ഈ പരതൽ കുറച്ചു മുമ്പ് ഞാൻ അവളിൽ കണ്ടതാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലാൻ നിൽക്കുന്ന നിന്റെ മുഖത്തൊക്കെ എന്തെങ്കിലും പറയാൻ അവൾക്ക് സ്വാഭാവികമായും പേടിയുണ്ടാവും. നീ എന്താണ് തിരിച്ചു പറയാന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ലോ. ഇനി അവൾ പ്രതീക്ഷിക്കുന്ന മറുപടി അല്ല നിന്നിൽ നിന്നുണ്ടാവുന്നതെങ്കിൽ ഇതിൽ പരൊരു നാണക്കേടുണ്ടോ തെന്നിന്ത്യയിലെ സൂപ്പർ നായികയ്ക്ക്? പക്ഷെ നിനക്ക് പറയണം അങ്ങനൊരു ആഗ്രഹമുണ്ടെങ്കിൽ. ആഗ്രഹത്തിന്റെ അല്ല സർ, അർഹതയില്ലല്ലോ. അർഹതയുള്ളതല്ലേ മോഹിക്കാൻ പാടുള്ളൂ. എന്നെ പോലുള്ളവര്. അർഹതയില്ല, മോഹിക്കരുത്, ഇതൊക്കെ പറയുന്ന സമൂഹമല്ലേ ആന്റണി. അത് വിടൂ. ഇവിടെ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും മാത്രം, നീയും അവളും. കരുതലിനായി കരുത്തുള്ളൊരുത്തന്റെ കാവൽ, അത് മാത്രമല്ല അവൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം കൂടെ ഉണ്ടാവുമോ എന്നും അതാണ് അവളുടെ ചോദ്യം.
ആ അതെ അതെ, ഫൈറ്ററിന് ശേഷം ആദിത്യൻ സാർ ചെയ്യുന്ന പടമാ. പേര് ഹീറോ. സെയിം ടീം തന്നെ, ഗൗരിയും പ്രേം സാറും. ഷൂട്ടിങ് മറ്റന്നാ തുടങ്ങും. ഇപ്പോ ഇവിടെ ഈ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മറ്റന്നാ ലൊക്കേഷനിലോട്ട് വാ. ഓക്കെ. ഓ സാർ, ഇവരുടെ കൗബോയ് ഗെറ്റപ്പിലുള്ള ഫോട്ടോസ് മാത്രമല്ല എടുക്കാനുള്ളൂ. ഓ അതാണ് എടുത്തോളൂ. അതിലെങ്കിലും എന്നെ വിശ്വസിക്കണം സാർ. ഞാനൊന്ന് ഗസ്റ്റ് ഹൗസ് വരെ പോയിട്ടാ. ധർമ്മരാജൻ മാസ്റ്റർ അവിടെ വെയിറ്റ് ചെയ്യാം. നമ്മളാ ഫസ്റ്റ് ഫൈറ്റ് ഒന്ന് പ്ലാൻ ചെയ്യാൻ. ഓ പ്രൊഡ്യൂസറെ താൻ വരുന്നുണ്ടോ? വാ. പ്രൊഡ്യൂസർ അവിടെ നിൽക്കട്ടെ. ആദി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഇതുവരെ കാര്യങ്ങളെന്ന് വിചാരിച്ച് തീർന്നില്ലേ? ആയിക്കോട്ടെ, സഹിച്ചു. അപ്പം നാളെ ലൊക്കേഷനിൽ കാണാം. ഓക്കെ. കറുത്ത ക്ലാസ് ആയിട്ട് ഒന്നും കണ്ടുകൂടാ. ഇതുവഴി ഇറങ്ങുമോ എന്തോ. ഞാൻ വിളിക്കാം. ഭാഷ ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടോ, ഫസ്റ്റ് പഞ്ച് സ്റ്റൊമക്കിൽ. ഗുഡ് മോർണിംഗ് സാർ. എന്താ സത്യ, ഓ ഫസ്റ്റ് ഡേ തന്നെ ഫൈറ്റ് ആണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സാറേ, നമ്മുടെ ഫൈറ്റർ എന്ന് പറഞ്ഞ പടവും ഒരു ഫൈറ്റിൽ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് എന്തായിരുന്നു രാശി? 100 ദിവസമല്ലേ തറ തൊടാതെ ഓടിയത്. ഓ, അപ്പൊ രാശിയുടേതാണ്. എന്റെ പെർഫോമൻസിന്റെ ഗുണം കൊണ്ടല്ല പടം ഓടിയത് അല്ലേ? തന്നെയൊക്കെ അല്ല സാറേ, അതെ ഈ എടോ മോഴെ, ഇന്നലെ രാവെളുക്കോളം എന്റെ കള്ളും കുടിച്ചിരുന്നപ്പോ പറഞ്ഞതല്ലേ തന്നോട് ഈ പടത്തിൽ ധർമ്മരാജൻ അസിസ്റ്റ് ചെയ്യാൻ ആ തെണ്ടി ഉണ്ടാവരുതെന്ന്. എല്ലാം സമ്മതിച്ചേച്ച് രാവിലെ കണി കാണിക്കാൻ അവനെ കൊണ്ടുവന്നത് താൻ എന്റെ വാക്കിന് ഇത്രേ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണോ? അയ്യോ അല്ല സാർ, ഞാനങ്ങനെ ചെയ്യൂ. ധർമ്മരാജൻ മാസ്റ്റർ അവനത്തിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തിന് അവനെ മാറ്റണ്ട എന്ന് പറഞ്ഞത്. ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടുപേരും ഇടയിൽ കിടന്ന്. ആരാടോ ഈ ആദിത്യനും ധർമ്മരാജനും? ഈ സിനിമ എന്റെ പേരിലാ കച്ചവടമാവുന്നത്. അവന്മാർ രണ്ടെണ്ണത്തിനെയും കാണാനല്ല ജനം തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നത്. I am the star. I decide things. ചെല്ല്. ഇനി ഒരു നിമിഷം അവൻ എന്റെ കൺമുട്ടത്തുണ്ടാവരുത്. പോ. Get him off my set. പ്രേം, അലമുണ്ടാക്കാൻ ചെന്ന് മേക്കപ്പ് ഇടാ. വെറുതെ രാവിലെ ഈഗോയും കെട്ടി വീർപ്പിച്ച് ചെല്. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞാൻ മേക്കപ്പ് ഇടുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തതാദി, നീ എന്തിനാ ഈ സ്ലം ഡോഗിന് വേണ്ടി വാദിക്കുന്നത്? പ്രേമാനന്ദ കള്ള മോനെ, നീ പറഞ്ഞ സ്ലം ഡോഗ് ഇല്ലായിരുന്നേല് കഴിഞ്ഞ പടത്തില് നശിച്ച് നാറാണക്കൽ എടുത്തേനെ. നീ മറക്കണ്ട. നിനക്ക് തിയേറ്ററിൽ കിട്ടിയ കൈയിടിയും കടലാസറിയും യഥാർത്ഥത്തിൽ ആർക്കാണ് അവകാശപ്പെട്ടതെന്ന് ജനത്തിനറിയില്ലെങ്കിലും ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവനോടുള്ള വില കുറഞ്ഞ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് പൊന്നുമഞ്ചൊന്ന് മേക്കപ്പെട്. നല്ല കുട്ടിയായിട്ട് പോ. 1 minute ആദി. കഴിഞ്ഞ പടം പോലല്ലടാ ഈ സിനിമ. എന്റെ കൂടെ മാർക്കിന്റെ ബലത്തിലാ കച്ചവടമാവുന്നത്. അതുകൊണ്ട് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ പോരാ കാര്യങ്ങൾ. ഇപ്പൊ അറിയണം, ഈ സിനിമയിൽ പ്രേമാനന്ദ് വേണോ ഒരു ദിവസക്കൂലിക്കാരൻ ഫൈറ്റർ വേണോ എന്ന്. അവനുണ്ടെങ്കിൽ ഈ സിനിമ പ്രേമാനന്ദ് ചെയ്യില്ല. അപ്പോ ആന്റണി ഉണ്ടേല് നീ എന്റെ സിനിമയിൽ അഭിനയിക്കില്ല? ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ വേറെന്താ ചെയ്യല്ലേ? അങ്ങനെ തീരുമാനിക്കല്ലേ? അല്ലേ മാസ്റ്റർ? ഈ സിനിമയില് നീ വേണ്ട. എന്റെ ഈ സിനിമയില് ആന്റണി മാസ്റ്റർ അസിസ്റ്റ് ചെയ്യും. അതിന് നിനക്ക് സമ്മതമാണേ പോയി കോസ്റ്റ്യൂം ഇട്ട് വാ. അല്ലെങ്കിൽ കൊച്ചുമുതലാളിക്ക് കൂട്ടുവന്ന് ഈ കരുമാടിക്കുട്ടന്മാരെ വിളിച്ച് സ്ഥലം വിട്. ഞാനില്ലാതെ ഈ പടം തീർക്കുന്നത് എനിക്കൊന്ന് കാണണം. നിനക്ക് കാണിക്കാൻ പറ്റുന്ന തൊട്ടിത്തരമൊക്കെ നീ കാണിക്കുക. നമുക്ക് നോക്കാം. വാ.
സാർ ഞാൻ പോയി പ്രേമിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും തിരിച്ചു കൊണ്ടുവരാം സാർ. ഷൂട്ടിംഗ് തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇങ്ങനെ സംഭവിച്ചത് നന്നായില്ലേ ബോസേ? ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടായിരുന്നെങ്കിലോ? അല്ല, നമ്മൾ ഇനി എന്ത് ചെയ്യും സാർ? ഈ ലൊക്കേഷനിൽ പ്രേം സാർ അല്ലാതെ ഒരൊറ്റ സീന് പോലും ഇല്ല. തനിക്ക് ധൈര്യമുണ്ടോ ബോസേ? താൻ കൂടെ നിൽക്കുമെങ്കിൽ നമ്മൾ ഈ സിനിമയുമായി മുന്നോട്ട് പോകും. അതില്ലെങ്കിൽ ഇന്ന് ഇവിടെ ഈ സിനിമ നിൽക്കും. തനിക്ക് ഇതുവരെ ചെലവായ കാശെന്താണോ അത് ഞാൻ തരും. അയ്യോ അതൊന്നും വേണ്ട സാർ, നമുക്ക് ഈ സിനിമ ചെയ്യണം. പക്ഷേ പ്രേമില്ലാതെ നമ്മളെങ്ങനെ? ഒരൊറ്റ രൂപയുടെ മാർക്കറ്റ് ഇല്ലാതിരുന്ന പ്രേമിനെ നായകനാക്കി ഒരു പടം ചെയ്ത് നമ്മൾ ഹിറ്റാക്കിയില്ലേ? അപ്പോ താരമല്ല കാര്യം, സിനിമയാണ്. അവന്റെ പിണക്കം ഒരു നിമിത്തം പോലെ തോന്നുന്നു എനിക്ക്. ഒരു പുതിയ നായകനെ പരീക്ഷിക്കാൻ, അതിലെന്നെ വിശ്വസിക്കാൻ താൻ റെഡിയാണ്. പക്ഷേ ഈ ഷോർട്ട് നോട്ടീസിൽ ആര്? അവനാണ് എന്റെ നായകൻ. ആന്റണി. അയ്യപ്പാ. കഴിഞ്ഞ പടത്തിൽ മുഖമില്ലാത്തവന്റെ പ്രകടനത്തിനാണ് ജനം കൈയടിച്ചത്. ഈ സിനിമയിൽ നമ്മൾ അവന് ഒരു മുഖം കൊടുക്കുന്നു, ഒരു പുതിയ മുഖം. അവനാണ് എന്റെ ഹീറോ. പത്രങ്ങളും ന്യൂസ് ചാനലുകളും പറയുന്ന പോലെ ആദിത്യൻ പ്രേമാനന്ദനെ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതല്ല. സൂപ്പർ സ്റ്റാർ പ്രേമാനന്ദ് ആ പ്രൊജക്ട് സ്വയം വേണ്ടെന്ന് വെച്ചാണ്. അങ്ങനെ വാർത്ത പുറത്തു പോകാവൂ. കേട്ടല്ലോ. ഇന്നത്തെ പ്രധാന വിനോദ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രശസ്ത സംവിധായകൻ ആദിത്യന്റെ സിനിമയിൽ പ്രേമാനന്ദിന് പകരം പുതിയ നായകൻ. ഫൈറ്റർ എന്ന വിജയ ചിത്രത്തിന് ശേഷം ആദിത്യൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഹീറോ എന്ന ചിത്രത്തിലാണ് ഈ നായകമാറ്റം. പ്രേമാനന്ദനെ നായകനാക്കി ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രത്തിൽ പുതിയ നായകൻ എത്തിയതിനെ കുറിച്ച് പ്രതികരിക്കാൻ സംവിധായകനും പ്രേമാനന്ദും വിസമ്മതിച്ചു. ഏതാനും ചിത്രങ്ങളിൽ ഫൈറ്റ് അസിസ്റ്റന്റായി പ്രവർത്തിച്ചു വന്നിരുന്ന ആന്റണിയാണ് ചിത്രത്തിലെ പുതിയ നായകൻ. പ്രേമാനന്ദ് എന്ന താരത്തെ മലയാള കണ്ടാ പുതിയ താരജോടി ടാർസൻ ആന്റണിയും ഗൗരി മേനോനും. നാട് നീളെ പോസ്റ്റർ ഇറങ്ങുമ്പോ കണ്ടു നടക്കേണ്ട ഗതികേടുണ്ടാതിരിക്കണമെങ്കിലേ എന്താന്ന് വെച്ചാ ഇപ്പൊ ചെയ്തോണം. അത്തരത്തിലൊരു പോസ്റ്റർ നിന്റെ മനസ്സിൽ തോന്നിയെങ്കിൽ അത് ഇപ്പോഴേ കീറിക്കളഞ്ഞേക്ക്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് പകരം ആ സിനിമയിൽ വേറെ ആരഭിനയിച്ചാലും ആന്റണി അഭിനയിക്കില്ല. ഇല്ല, ഞാൻ അഭിനയിക്കില്ല. അത് ശരിയാവില്ല. സിനിമാ നടനെ, അതും ഈ ഞാൻ. ഈടാ ഈ ഡ്യൂപ്പ് ചെയ്യുന്ന പോലെ എളുപ്പമല്ല സിനിമയിൽ അഭിനയിക്കാന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഒരു സിനിമയിൽ അഭിനയിച്ച് അതെങ്ങാണോ അബദ്ധത്തിനൊരു 10 ദിവസം ഓടിയാ ഇതുപോലൊരു ബാറിൽ വന്നിരുന്ന് വെള്ളം അടിക്കാൻ പറ്റുമോ? ബ്യൂറൈസിൽ പോയി ക്യൂ നിൽക്കാൻ പറ്റുമോ? പള്ളിപ്പെരുന്നാളിന് കൊയർ പാടാൻ വരുന്ന പെമ്പിള്ളാരോട് സ്വറ പറയാൻ പറ്റുമോ? അതൊക്കെ ചെയ്യാൻ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ഉമ്മയൊക്കില്ല ഇവിടെ അല്ലേ? നമ്മുടെയൊക്കെ ഇടയൊന്നൊരു സിനിമാ നടൻ ഒന്ന് സമ്മതിക്കടാ ആന്റണി. ഭാഗ്യാർക്കും വേണ്ടി കാത്തിരിക്കലേട്ടാ. ഇരിക്കണ്ടാ, അതതിന്റെ വഴിക്ക് നടന്നോട്ടെ. എന്റെ ആന്റണി, എത്ര കഴിവുണ്ടായിട്ടും അവസരം കിട്ടാത്ത സ്ഥലമാ സിനിമ. അവസരം കിട്ടുന്നവർക്കോ ഭാഗ്യം ഉണ്ടാവില്ല, ഭാഗ്യമുള്ളവർക്കോ കഴിവ് കാണില്ല. നീ ഒന്ന് ശരിയെന്ന് പറഞ്ഞാൽ എത്ര ജീവിതങ്ങളാ മാറാൻ പോകുന്നേ? അതെ, ഒരുപാട് ജീവിതങ്ങൾ മാറും, കൂട്ടത്തിൽ എന്റെയും. എനിക്കാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ജീവിതത്തിനോട് വല്ലാത്തൊരിഷ്ടവും. സുനി, ഏറ്റവും അന്ത്യാഭിലാഷം നീ നടത്തി തരില്ലടാ. ആ നടത്തിത്തരാം. ഇന്നത്തെ ഈ ബില്ല് നീ കൊടുത്തോ. മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യും. ഇതേ കിടക്കണ്. ഹക്കീം ഭായ് വാ. അല്ല, ഇത് 1000 രൂപയൊക്കെ. പോലും പാസ്സാകാത്തവർക്കും പറഞ്ഞിട്ടുള്ള പണിയാണ് ഈ സിനിമ. ബടി, ഇന്നത്തെ അവസാനത്തെ പറ്റുവെന്നാണ് മത്തായിച്ചൻ പറഞ്ഞത്. അറിയാൾ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇവൻ ആ സിനിമയിലൊന്നും അഭിനയിച്ചിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും. ഇതിലാരാടാ ആന്റണി? ഞാനല്ല. ഞാനാന്നേ. നിങ്ങളൊക്കെ
വീശിയ തക്കത്തിന് അവന്റെ കാലൊന്നിടറിയത് രക്ഷയി, അല്ലെങ്കിൽ അവന്റെ വീട്ടിന് എല്ലും മുറിയണ്ടാണ്. ഏതോ പുതിയ പിള്ളേരാടാ, ചോര കണ്ടപ്പോ അറച്ചുപോയി പാവങ്ങൾ. ആന്റണി, നിനക്കെന്ത് പറ്റിയടാ? ഹേയ്, ഒന്നുമില്ല ബൈ. ഞാൻ ആലോചിക്കുന്നത് നമുക്ക് നേരെ നീ വെച്ചോ, ഞാൻ വിളിച്ചോളാം. ജാഫറ വന്ന പിള്ളേര് തമ്മനത്തുള്ള ടീമാ. കൊട്ടേഷൻ പ്രേമാനന്ദിന്റെ മാനേജർ എൽദോടതാ. സുനി, നമ്മുടെ സെറ്റിനെ മുഴുവൻ വിളിച്ചിറക്ക്. അവന്മാരുടെ കുത്തിക്കഴപ്പ് ഇന്നത്തോടെ തീർക്കണം എനിക്ക്. നിൽക്ക്. എവിടെ പോകുന്നു നീ? അവന്മാർക്കിട്ട് ശരിക്ക് പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആളെയും കൂട്ടി തിരിച്ച് തല്ലാൻ പോവല്ല വേണ്ടത്. അവന്റെ മർമ്മത്തിട്ടടിക്കണം. നീ ആ സിനിമയിൽ അഭിനയിക്കണം. അക്കിംബായി പറഞ്ഞതേ കാര്യമുണ്ടടാ. അവനെ ചവിട്ടി പുറത്താക്കിയ സിനിമയിൽ അവന് പകരം നീ അഭിനയിച്ച അത് അവന്മാർക്ക് നീറും. ആ നീറ്റല് നമുക്കൊന്ന് കണ്ട് സുഖിക്കണ്ടടാ. മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിവാദത്തിൽ നിന്നും ജനനം കൊണ്ട ആദിത്യന്റെ ഹീറോ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ. ഇനിയും വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ പ്രേമാനന്ദ് എന്ന പ്രമുഖ നായകനെ ഒഴിവാക്കി ഫൈറ്റ് മാസ്റ്റർ ധർമ്മരാജിന്റെ അസിസ്റ്റന്റായ ആന്റണി എന്ന ചെറുപ്പക്കാരനെ ഒരു നായകനാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ ചിത്രത്തിലൂടെ ശ്രീ ആദിത്യൻ. മെഗാ ബഡ്ജറ്റ് ചിത്രമായ ഇത് മലയാളികൾ എല്ലാം ഉറ്റുനോക്കുന്നു. ഓരോ സിനിമയിലൂടെയും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമാവും ഫൈറ്റിൽ നിന്ന് നായകനിലേക്ക് ചൂടുമാറ്റം നടത്തിക്കൊണ്ട് ഒരു നടൻ സൃഷ്ടിക്കപ്പെട്ടത്. ശ്രീ ആദിത്യന്റെ ഉൾപ്പെടെയുള്ള പല സിനിമകളിലും അതിസാഹസികമായ ആക്ഷൻ സീക്വൻസുകളിൽ നായകന്മാർക്ക് ഡൂപ്പായി അഭിനയിച്ചുള്ള ആന്റണിയിലൂടെ ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ചിത്രം ഒരു പുതിയ താരോദയത്തിന് വഴിയൊരുക്കുന്നതാണ് സിനിമ നിരീക്ഷകർ. എന്തായാലും ടി വിക്കാർക്കും പത്രക്കാർക്കും ഒക്കെ ആഘോഷിക്കാനുള്ള വകയുള്ളതുകൊണ്ട് അവരുടെ പൊന്നോമന പുത്രനായിരിക്കും നമ്മുടെ ഈ സിനിമ. എന്താ സാർ ചെയ്യേണ്ടത്? ലൊക്കേഷൻ കവർ ചെയ്യാൻ സമ്മതിക്കണോ അതോ അവരെ പറഞ്ഞു വിടണോ? അവർ നിൽക്കട്ടോ. ഈ ആന്റണിയുടെ മുഖം ജനത്തിനൊന്ന് ഫെമിലിയർ ആവുന്നത് നല്ലതല്ലേ? ഒരു എക്സിസ്റ്റിംഗ് ഹീറോയെ മാറ്റി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം ഇവൻ ആര് എന്നൊരു ചോദ്യം ഉണ്ടാവും ലോകത്തിന്. ഒരു ബിൽഡപ്പ് എപ്പോഴും നല്ലതാ. സുരേഷ്, നമുക്ക് ഒരു കോമ്പാക്ട് ഫ്രെയിം, ഒരു സ്ട്രെയിറ്റ് ട്രാക്ക് ഇട്ടിട്ട് കോമ്പാക്ട് ഫ്രെയിമിൽ പതുക്കെ ഒരു ചാർജ്. ഓക്കെ, ചാർജ് ചെയ്താൽ നമുക്ക് ആദ്യം അവനെ കൊണ്ട് ഒരു ഡയലോഗ് പറയിച്ചു നോക്കാം. ഇതല്ലേ? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് മാസ്റ്റർ. അല്ല, ആന്റണി ആദ്യമായിട്ട് അഭിനയിക്കല്ലേ, അതുകൊണ്ട് വരാമെന്ന് കരുതി. അത് നന്നായി. ഇവൻ ഈ സിനിമയിൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്ന ആദ്യമായിട്ടല്ലേ? മാസ്റ്ററോട് ഉള്ളപ്പോ അവനെ കോൺഫിഡൻസ് ഉണ്ടാവും. അത് നന്നായി. സത്യം, ആന്റണി എവിടെ? വെളുപ്പാങ്കാലത്ത് തന്നെ എത്തി. മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ കഴിഞ്ഞിരിക്കുക. ഇന്നലെ രാത്രി റൂമിൽ വന്ന് സീനിലെ ഡയലോഗൊക്കെ വാങ്ങിച്ചോണ്ട് പോവുകയും ചെയ്തു. പിന്നെ ഷൂട്ടിംഗ് പള്ളിയുടെ മുമ്പിലായതുകൊണ്ട് അകത്ത് കയറി ഒരു മെഴുകുതിരി എത്തിച്ചേച്ചിറങ്ങാമെന്ന് പറഞ്ഞു. ഇപ്പൊ വരും. അതേ വരുന്നു നമ്മുടെ ഹീറോ. കർത്താവിനോടെല്ലാം പറഞ്ഞു, പ്രാർത്ഥിച്ചു. കോൺഫിഡന്റ് അല്ലേ? കോൺഫിഡന്റ്. അത് ഈ കെട്ടിടത്തിന്റെ മണ്ടയിൽ നിന്ന് ചാടാനും തീ കൂടെ ഓടാനും ഒക്കെ എളുപ്പമുണ്ട് സാർ. ഈ അരപ്പേജ് ഡയലോഗ് പഠിച്ച് പറയാന്ന് വെച്ചാൽ എന്തോ ഉള്ളിലൊരു പേടി. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നിന്നിൽ നിന്നും മഹാത്ഭുതങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആന്റണി. അതുപോലെ നീ ഡയലോഗ് തെറ്റാതെ പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം അങ്ങ് ശരിയാവും. നിന്റെ ഈ മുഖത്തിലും ശരീരഭാഷയിലും എന്റെ ക്യാരക്ടർ വ്യക്തമായിട്ടുണ്ട്. ധൈര്യമായിട്ട് തുടങ്ങും. ഞാൻ ശ്രമിക്കാം സാർ. ശ്രമിക്കൂ മാസ്റ്റർ. നന്നായി വരും മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഡയലോഗ് പഠിച്ചോ? ഡയലോഗ് ഓക്കെ സാർ. പോയിക്കോ. റെഡി റെഡി സാർ. സത്യ റെഡി സാർ. ക്യാമറ റോൾ റോളിംഗ്. ആക്ഷൻ. 16-ാം വയസ്സിൽ വ്യാസപ്പടി വളവിലെ ഒരു തകര ഷെഡിനുള്ളിൽ വെച്ചാണ് മുരുകൻ മേസ്തിരി ആദ്യമായിട്ട് എന്റെ കയ്യിലേക്ക് ഒരു ആയുധം തിരികെ വെച്ചേർന്നത്. അത് ഉയർന്നും താഴ്ന്നും ആരുടെയൊക്കെയോ ജീവൻ എടുക്കും മുമ്പേ അൽത്താരയിൽ ഉരുകിത്തീരുന്നൊരു മെഴുകുതിരി വെട്ടം പോലെ എവിടെ നിന്നോ അവൾ. ഒന്നും വേണ്ടെന്ന് വെക്കാൻ അവൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ തെറ്റേത് ശരിയേത് എന്ന് കാട്ടിത്തരാൻ തുനിഞ്ഞിട്ടുമില്ല. അവളുടെ മൗനം തന്നെ ധാരാളമായിരുന്നു എന്നിലെ അസുരനെ അടക്കി നിർത്താൻ, എന്നിലെ ചീത്തക്കുട്ടിയെ അനുസരിപ്പിക്കാൻ. സാർ, നെഞ്ചിലെ ധൈര്യവും ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും അത് ധാരാളം മതി എൻ്റെ നായകൻ. ഒരൊറ്റ കാര്യം മാത്രം നീ സൂക്ഷിക്കുക. നീ ഹീറോ ആവുമ്പോൾ ഒരുപാട് വില്ലന്മാർ നിനക്കായി ഒരുങ്ങുന്നുണ്ട് ഈ സിനിമയ്ക്ക് പുറത്ത്. നിന്റെ സുരക്ഷയായിരിക്കും ഈ സെറ്റിലെ ഓരോ അംഗത്തിൻ്റെയും ഉത്തരവാദിത്തം. ഇനി ഈ സിനിമ പൂർത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യം നിന്നേക്കാൾ കൂടുതൽ എനിക്കാണ്. എൻ്റെ ഒരു വാശിയാണത്. അതുകൊണ്ട് നിന്റെ ഉറപ്പെനിക്ക് വേണം. ഈ സിനിമ കഴിയും വരെ ഒരു കാരണവശാലും ഈ സെറ്റ് വിട്ട് നീ പുറത്തു പോകരുത്. സർ. ഗുഡ് ആൻഡ് വെൽ ഡൺ.